എല്ലാവർക്കും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സൈക്രോമെട്രിയാണ്. അപ്പോൾ എന്താണ് സൈക്രോമെട്രീൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് വരുന്ന ടേംസ് ഏതൊക്കെയാണ്, അതിനകത്ത് വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് നമുക്ക് എയർ കണ്ടീഷനിങ്ങിലേക്കാണ്. അപ്പോൾ എയർ കണ്ടീഷനിങ് പറയണം എന്നുണ്ടെങ്കിൽ സൈക്രോമെട്രിയുടെ ബേസിസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ സൈക്രോമെട്രി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബൈ ഡെഫിനിഷൻ സൈക്രോമെട്രി എന്താണ്? അപ്പോൾ സൈക്രോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ ഇവിടെ കാണാൻ പറ്റും. സൈക്രോമെട്രി ഇസ് എ സയൻസ് ഓഫ് സ്റ്റഡിയിങ് ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയർ. അതായത് മോയിസ്റ്റ് എയറിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡി, അതാണ് സൈക്രോമെട്രി. അതുകൂടാതെ ആ മോയിസ്റ്റ് എയറിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ അതിൻ്റെ യൂസ്, അതുപോലെ തന്നെ അതിൻ്റെ വിവിധ തരത്തിലുള്ള കണ്ടീഷനുകളുടെ അനാലിസിസ്, അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സയൻറ്റിഫിക് ഒരു ശാസ്ത്രശാഖയാണ് സൈക്രോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്രോമെട്രി നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ അത് എന്താണ്? അത് മോയിസ്റ്റ് എയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു സയൻറ്റിഫിക് ബ്രാഞ്ചാണ് സൈക്രോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോയിസ്റ്റ് എയർ? എന്ന് അറിയണം. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്ന എയർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മോയിസ്റ്റ് എയർ. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്ന എയർ തന്നെയാണ് മോയിസ്റ്റ് എയർ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എയറിനെ മോയിസ്റ്റ് എയർ എന്ന് വിളിക്കുന്നത്? അതിന് കാരണം ആ എയറിനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതിൽ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ എയർ ആണ്. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ വേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷനിൽ കണ്ടാൽ അറിയാം, മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ ഈസ് നോൺ ആസ് മോയിസ്റ്റ് എയർ. എന്താണ് മോയിസ്റ്റ് എയർ? മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ, അതാണ് മോയിസ്റ്റ് എയർ. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഡ്രൈ എയർ, എന്താണ് വാട്ടർ വേപ്പർ? അപ്പോൾ നമുക്ക് അതിനകത്ത് സൈക്രോമെട്രിയിലെ കുറേ ടേംസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ ഡ്രൈ എയറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രൈ എയർ നോക്കാം. നിങ്ങൾക്ക് സൈക്രോമെട്രിക് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ സൈക്രോമെട്രിക് ടേംസിനകത്ത് ആദ്യമായിട്ട് വരുന്ന ടേം ഏതാണ്? ഡ്രൈ എയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഡ്രൈ എയർ എന്താണ് എന്ന് അതിനകത്ത് കാണാൻ പറ്റും. എന്താണ് പറയുന്നത്? ഡ്രൈ എയർ is a mixture of nitrogen and oxygen, neglecting the small percentage of other gases. അപ്പോൾ ഡ്രൈ എയർ എന്ന് പറയുന്നത്, നിങ്ങൾ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഗ്യാസുകൾ ഉണ്ട് അല്ലേ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻ്റ് ഏതാണ് കാണുന്ന വാതകം എന്ന് പറഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 78% നൈട്രജനും 21% ഓഫ് ഓക്സിജനും ഉണ്ട് എവിടെ? നമ്മളെ അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് അത് എത്രയായി? 99% ബാക്കി 1% മാത്രമേ ബാക്കിയുള്ള ഗ്യാസുകൾ ഉള്ളൂ. ആ ബാക്കിയുള്ള ഗ്യാസുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ആർഗൺ, നിയോൺ, ഹീലിയം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്തിനകത്തുണ്ട്? എയറിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ വളരെ സ്മോൾ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഒരു മേജർ പോർഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഫിൽഡ് വിത്ത് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ചെറിയൊരു 1% ഒതുങ്ങുന്ന ബാക്കി ടോട്ടൽ ആ ഒരു വാതകങ്ങളെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എന്താണ്? ഡ്രൈ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. കാരണം അതാണ് അന്തരീക്ഷത്തിൽ 99% ഉള്ളത്. അപ്പോൾ ആ നൈട്രജൻ ആൻഡ് ഓക്സിജൻ്റെ കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൈ എയർ.
അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഗ്യാസുകൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ വാട്ടറിൻ്റെ യാതൊരു വിധത്തിലുള്ള എഫക്റ്റും എന്തിലേക്കില്ല, ആ എയറിലേക്കില്ല. അങ്ങനെയുള്ള എയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രൈ എയർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മോയിസ്റ്റ് എയർ. അടുത്ത കമ്പോണൻ്റ് ആണ് എന്ത്? മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോയിസ്റ്റ് എയർ? മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കണ്ട ആ ഡ്രൈ എയറിൻ്റെ കൂടെ വാട്ടർ വേപ്പറും കൂടെ മിക്സ് ചെയ്താൽ ആ ഒരു മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോയിസ്റ്റ് എയർ. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മോയിസ്റ്റ് എയർ. അപ്പോൾ നമ്മൾ എന്താണ് ഈ വാട്ടർ വേപ്പർ? ഡ്രൈ എയർ എന്താണെന്ന് നമുക്കറിയാം. ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്യാസുകളാണ്, പ്യുവറായിട്ടുള്ള ഗ്യാസാണ്. മെജോറിറ്റി എന്ത് തന്നെയാണ് അതിനകത്ത്? ഓക്സിജനും നൈട്രജനും ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈ എയറിൻ്റെ കൂടെ വാട്ടറിൻ്റെ വേപ്പറും കൂടെ മിക്സ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് വാട്ടർ വേപ്പർ? എന്താണ് വാട്ടർ വേപ്പർ? വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ആ വാട്ടറിൻ്റെ ഗ്യാഷ്യസ് ഫോം. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഫോമാണ്. അതിൻ്റെ ആ ഒരു ഫേസ് കൺവേർട്ട് ചെയ്തിട്ട് വാട്ടർ എന്തായിട്ട് മാറുകയാണ്? ഗ്യാസായിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വേപ്പർ, വാട്ടർ വേപ്പർ. നമ്മൾ വാട്ടർ വേപ്പറിനെ മാത്രമായിട്ട് നമ്മൾ സ്റ്റീം എന്ന് വിളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, വീട്ടിൽ വെള്ളം ഒക്കെ ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളം തിളച്ചിട്ട് അവിടെ എന്തുണ്ടാവും? ആവി ഉണ്ടാവും, നീരാവി ഉണ്ടാവും. ആ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശരിക്കും വാട്ടറിൻ്റെ വേപ്പർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, വാട്ടർ അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? സ്റ്റീം അല്ലെങ്കിൽ നീരാവി ഉണ്ടാകുന്നത്, സ്റ്റീം ഉണ്ടാകുന്നത്. പക്ഷേ വാട്ടറിൻ്റെ വേപ്പർ ഉണ്ടാകുന്നതിന് 100 ഡിഗ്രി എപ്പോഴും ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഈ മഴ പെയ്യുന്നത്, മഴക്കാർ ഉണ്ടാകുന്നത്, കാർമേഘങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ എന്താണ്? നമ്മളെ ഈ ഭൗമോപരിതലത്തിലുള്ള വെള്ളം അല്ലേ? കുളത്തിലും പുഴയിലും കടലിലും ഒക്കെയുള്ള വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഇവാപ്പറേറ്റ് ചെയ്തിട്ട് മേലോട്ടേക്ക് പോകുന്നുണ്ട് അല്ലേ? അത് അവിടെ കണ്ടൻസ് ചെയ്തിട്ടാണ് മഴയായിട്ടൊക്കെ പെയ്യുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാട്ടർ ഏത് ഡിഗ്രിയിലും 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയുള്ള എല്ലാ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഇവാപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ വാട്ടറിൻ്റെ ഗ്യാഷ്യസ് ഫോം അല്ലെ എയറിൽ, നമ്മളെ എയറിനകത്ത് എയറിൻ്റെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉള്ള ഒരു വാട്ടറിൻ്റെ കണ്ടൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ടർ വേപ്പർ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് തൊട്ടാൽ അറിയാൻ പറ്റില്ല, കയ്യിൽ നനവ് കിട്ടില്ല. അതായത് ആ വാട്ടർ വേപ്പറിന് ഉള്ള സ്ഥലത്ത് നിങ്ങൾ കൈ വീശി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ നനവ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അതെന്താണ്? അത് ലിക്വിഡ് സ്റ്റേറ്റിലല്ല, അത് അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞു. അതിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്തു. ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ഫേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ഫേസ് ചേഞ്ച് ചെയ്തിട്ട് ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറിയ ആ ഒരു വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വാട്ടർ വേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിനകത്ത് എന്തുണ്ട്? ഡ്രൈ എയറും അതിൻ്റെ കൂടെ വാട്ടർ വേപ്പറും ഉണ്ട്. കാരണം വാട്ടർ വേപ്പർ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം നിങ്ങളെ ചുറ്റും വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പകൽ സമയത്ത് സൂര്യപ്രകാശം വരുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ടെമ്പറേച്ചർ, ആ ഒരു ഹീറ്റ് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേശ്ശെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവാപ്പറേറ്റ് ചെയ്ത വെള്ളത്തിൻ്റെ ആ ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പറിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോയിസ്റ്റ് എയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മോയിസ്റ്റ് എയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയറിനകത്തുള്ള ആ ഒരു വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോയിസ്ചർ എന്ന് വിളിക്കുക. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മോയിസ്ചർ എന്താണ്? മോയിസ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എയർ ഈസ് കോൾഡ് ആസ് എന്ത്? മോയിസ്ചർ. അപ്പോൾ എയറിനകത്തുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോയിസ്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അടുത്തതായിട്ട് അടുത്ത ടേമാണ് സാച്ചുറേറ്റഡ് എയർ. എന്താണ്? സാച്ചുറേറ്റഡ് എയർ. അപ്പോൾ സാച്ചുറേറ്റഡ് എയർ പറയാം. അതിനു മുമ്പേ നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക, നിങ്ങൾക്കൊരു ക്ലോസ്ഡ് സ്പേസ് വിചാരിക്കുക, ഒരു നിശ്ചിത സ്പേസ്. ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു നിശ്ചിത സ്പേസ്, ഈ സ്പേസിലാണ് എന്തുള്ളത്? മോയിസ്റ്റ് എയർ ഉള്ളതെന്ന് വിചാരിക്കുക. എന്താണുള്ളത്? മോയിസ്റ്റ് എയർ. ഇതിനകത്ത് എന്തുണ്ട്? മോയിസ്റ്റ് എയർ ഉണ്ട്. ഈ മോയിസ്റ്റ് എയറിനകത്ത് എന്തൊക്കെ ഉണ്ട്? മോയിസ്റ്റ് എയറിനകത്ത് ഡ്രൈ എയർ ഉണ്ട്. ഡ്രൈ എയർ ഞാനിങ്ങനെ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലേ? എന്തുണ്ട്? ഡ്രൈ എയർ ഉണ്ട്. അതിൻ്റെ കൂടെ എന്തുണ്ട്? ഡ്രൈ എയറിൻ്റെ കൂടെ വാട്ടർ വേപ്പറും ഉണ്ട്. വാട്ടർ വേപ്പർ നമുക്കൊരു നീല കളറിൽ കാണിക്കാം. വാട്ടർ വേപ്പർ ഇതിനകത്ത് എന്തുണ്ട്? കുറേ വാട്ടർ വേപ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിനകത്ത് ഉൾക്കൊള്ളാവുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് എത്രയെങ്കിലും വാട്ടർ വേപ്പർ ഒരു നിശ്ചിത സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് അവിടെ എന്തുണ്ട്? ആ വാട്ടർ വേപ്പർ ഒരു വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വേപ്പർ പ്രഷർ കാരണം, അല്ലെങ്കിൽ ആ ഒരു പ്രഷറിനെ എക്സീഡ് ചെയ്തിട്ട് വേണം എന്ത് നടക്കാൻ? ഇവാപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മോയിസ്റ്റ് എയറിനകത്ത് നമുക്ക് എന്തുണ്ട്? വാട്ടർ വേപ്പർ ഉണ്ട്, ഡ്രൈ എയർ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു എൻക്ലോസ്ഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്പേസിനകത്ത് ഉൾക്കൊള്ളാവുന്ന വാട്ടർ വേപ്പറിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ഉൾക്കൊള്ളാവുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവ്, മാക്സിമം അളവ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. 1 കിലോഗ്രാം വാട്ടർ വേപ്പർ നമുക്ക് ആ ഒരു സ്പേസിനകത്ത് കൊള്ളും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ വാട്ടർ വേപ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ വെള്ളത്തിനെ ചെറുതായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ എന്തായി മാറും? വേപ്പറായിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് സ്പേസിൻ്റെ ഉള്ളിൽ നിറയാൻ തുടങ്ങും. അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന മാക്സിമം അളവ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ 1 കിലോഗ്രാം വാട്ടർ വേപ്പർ ആവുന്നവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുള്ളൂ അല്ലേ? ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. ആ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിൻ്റെ മാക്സിമം ലെവലാണ്. ആ മാക്സിമം ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. എന്താണ്? സാച്ചുറേഷൻ സ്റ്റേറ്റ്. അങ്ങനെ ഒരു എയറിനകത്ത് അതിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വേപ്പർ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് എയർ. ആ വിളിക്കുന്ന എയറിനെ പറയുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് എയർ. അപ്പോൾ ഇതിനകത്ത് ഡെഫിനേഷൻ കാണാം. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ വെൻ ദ എയർ ഹാസ് ഡിഫ്യൂസ്ഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ഇറ്റ്. അപ്പോൾ എയറിനകത്ത് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് എയർ. ഇനി അടുത്ത ടേം എന്താണ്? അൺസാച്ചുറേറ്റഡ് എയർ എന്താണ് അൺസാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 100% വേപ്പർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് എയർ. ഇനി 100% ഇല്ല എന്ന് വിചാരിക്കുക. 100%ത്തിൻ്റെ താഴെ, അതായത് 1 കിലോഗ്രാം വേണ്ട സ്ഥലത്ത് എത്രയേ ഉള്ളൂ? ഒരു 1/2 കിലോഗ്രാമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഏത്? വേപ്പർ. 1 കിലോഗ്രാം ഉള്ള സ്ഥലത്ത് 1/2 കിലോഗ്രാമേ ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ എന്തുണ്ട്? 1 കിലോഗ്രാം പറ്റും. 1 കിലോഗ്രാം ആണ് 100% എങ്കിൽ 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 50% മാത്രമേ അവിടെ എന്ത് നിറഞ്ഞിട്ടുള്ളൂ? വേപ്പർ നിറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 100%ത്തിൻ്റെ താഴെ, അതായത് ആ മാക്സിമം അളവിൻ്റെ താഴെ ഉണ്ടാവുന്ന ഏതൊരു വേപ്പറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റീനെയും നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ആ ഒരു എയറിനെ നമുക്ക് എന്ത് പറയാം? അൺസാച്ചുറേറ്റഡ് എയർ എന്ന് പറയാം. അപ്പോൾ അൺസാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എയറാണ്.
ആ എയറിനകത്ത് നിങ്ങൾക്കറിയാം ഏതൊരു എയറിലും അതിൽ ഉൾക്കൊള്ളാവുന്ന വേപ്പറിന് ഒരു പരിധിയുണ്ട്. അത് 100% അതിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ 100% അതിൽ വേപ്പർ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് എയർ എന്നും, അതല്ല 100ൽ താഴെയാണ് വേപ്പറിൻ്റെ അളവ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എയർ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് എയർ എന്താണ്? ഇഫ് ദ വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ ലെസ് ദാൻ ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഇറ്റ് ക്യാൻ ഹോൾഡ് ഫോർ ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. എന്താണ്? അതായത് സാച്ചുറേറ്റഡ് എയർ, അതായത് ആ ഒരു ക്ലോസ്ഡ് സ്പേസിനകത്ത് അല്ലെങ്കിൽ ഒരു സ്പേസിനകത്ത് നമുക്ക് ആ ഒരു സാച്ചുറേറ്റഡ് എയർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ടെമ്പറേച്ചർ, പ്രഷർ, ഒരു നിശ്ചിത ടെമ്പറേച്ചറിലോ പ്രഷറിലോ ആയിരിക്കും ആ സാച്ചുറേറ്റഡ് എയർ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ആ 100% കുറഞ്ഞ അളവ് വേപ്പറാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? അൺസാച്ചുറേറ്റഡ് എയർ എന്ന് വിളിക്കാം. അടുത്തതായിട്ട് വരുന്ന ടേമാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എന്താണ്? അടുത്തതായിട്ട് വരുന്ന ടേമാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? അപ്പോൾ ആ ഡെഫിനേഷൻ നോക്കിയാൽ അറിയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ഡ്രൈ എയർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ഡ്രൈ എയർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, അതായത് റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ ആണ്? വാട്ടർ വേപ്പറിൻ്റെ അളവ്, അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവ്. എന്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള? അതായത് 1 kilogram ഡ്രൈ എയറിൽ 1 kilogram ഡ്രൈ എയർ ഉണ്ടെന്ന് വിചാരിക്കുക. 1 kilogram ഡ്രൈ എയറിനകത്ത് ഉള്ള വാട്ടർ വേപ്പറിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ 1 kilogram ഡ്രൈ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ. പക്ഷേ അടിയിലുള്ളതിനകത്ത് ഒരു കണ്ടീഷൻ എക്സ്ട്രാ പറയുന്നുണ്ട്. എന്താണ്? വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്. ഇതെന്താണ്? സാച്ചുറേറ്റഡ് ആവണം. സാച്ചുറേറ്റഡ് ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താവുന്നത്? ഈ ഒരു റേഷ്യോനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് വിളിക്കാം. എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. നമുക്ക് ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ സാധാരണയായിട്ട് മ്യൂ എന്ന സിമ്പിൾ വെച്ചിട്ട് പറയാറുണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ എസ്. ഇതിനകത്ത് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ അസോസിയേറ്റഡ് വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ. അതാണ് എന്ത്? ഒമേഗ എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് മാസ് അല്ലെങ്കിൽ 1 kilogram ഡ്രൈ എയറിനകത്തുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒമേഗ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒമേഗ എസ് ഫോർ എന്താണ്? സാച്ചുറേഷൻ ആണ്. എന്താണ്? സാച്ചുറേഷൻ ആണ്. അതായത് അതേ 1 kilogram ഡ്രൈ എയർ, പക്ഷെ അതെന്താവണം? സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാവണം. അന്നേരം അവിടെ ഉണ്ടാവുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മാക്സിമം ഉൾക്കൊള്ളാവുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവാണ് നമ്മൾ ഈ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നിങ്ങൾ എടുക്കുക, ഒരു ഡ്രൈ എയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ അതേ എയർ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറിൻ്റെ അളവ് ഇൻ മാസിലാണ് കേട്ടോ. മാസിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എത്രത്തോളം സാച്ചുറേറ്റഡ് ആയി എന്ന് നമുക്കറിയാൻ പറ്റും. അതിനെ പറയുന്ന പേരാണെന്ത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ടേമാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാലാവസ്ഥ ഒക്കെ പറയുന്ന സമയത്ത്, വാർത്തകളിൽ കാലാവസ്ഥ പറയുന്ന സമയത്ത് ലോവസ്റ്റ് ടെമ്പറേച്ചർ പറയും, ഹയസ്റ്റ് ടെമ്പറേച്ചർ പറയും, അതിൻ്റെ കൂടെ ഹ്യൂമിഡിറ്റി പറയാറുണ്ട്, വിൻഡിൻ്റെ സ്പീഡ് പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം തന്നെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചുറ്റുമുള്ള എയറിനകത്ത് എന്താണ്? മോയിസ്റ്റ് എയർ ആണുള്ളത്. ആ മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ ഡ്രൈ എയറിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെയും മിക്സ്ചറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ള ആ എയറിനകത്തുള്ള
വാട്ടർ വേപ്പറിൻ്റെ അളവിനെ തന്നെയാണ്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പേര് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ ചുറ്റുമുള്ള എയറിനകത്തുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി ഈ അളവിനെ നമ്മൾ പല രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അടുത്തടുത്ത ടേംസ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറയുന്ന ടേം ഹ്യൂമിഡിറ്റി, അടുത്ത് പറയുന്ന ടേം അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, പിന്നെ പറയുന്ന ടേം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് നമ്മളുടെ വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. അപ്പോൾ ആദ്യത്തെ തന്നെ എന്താണ്, സിംപിളി ഹ്യൂമിഡിറ്റി. ആ ഹ്യൂമിഡിറ്റിക്ക് വേറെ ഒരു പേരുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ. ഈ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡിറ്റി റേഷ്യോ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലം വരാറുണ്ട്. പ്രോബ്ലം വരുന്ന സമയത്ത് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഹ്യൂമിഡിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ ഒക്കെ ആയിരിക്കും കാണാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാലും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാലും അത് നമ്മൾ സിംപിളി പറയുന്ന ഹ്യൂമിഡിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് വാട്ടർ വേപ്പറിൻ്റെ അളവാണ് അല്ലേ, നമ്മൾ എയറിനകത്ത് ഉണ്ടാകുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവ്, ഡ്രൈ എയറിൽ ഉണ്ടാകുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഹ്യൂമിഡിറ്റിയും അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഡെഫിനിഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. ആ മാറ്റങ്ങൾ എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സിമ്പിൾ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ മോയിസ്റ്റ് എയർ unit mass of dry air in a given volume is generally expressed in terms of gram of water vapor per kilogram of dry air. Gram of water vapor per kilogram of dry air. അതായത് 1 കിലോഗ്രാം വാട്ടർ വേപ്പറിനകത്ത് ഒരു കിലോഗ്രാം നമ്മുടെ ഡ്രൈ എയറിനകത്ത് എത്ര ഗ്രാം വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ശരിക്കും ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ സിമ്പലാണ്. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ, MV/MA. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എന്താണ്, ഡ്രൈ എയർ. അതായത് നമ്മൾ എന്തെടുക്കുക, നമ്മൾ ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മളിത് കിട്ടുന്നത്. അതായത് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ഈ ഒരു ബോക്സ് പറഞ്ഞില്ലേ, ഇതുപോലെ ഇതിനകത്ത് എന്തുണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. ഇതാണ് ഒരു സാമ്പിൾ ഓഫ് മോയ്സ്ചർ അല്ലേ. ഒരു മോയ്സ്ചറിൻ്റെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര മോയ്സ്ചർ ഉണ്ട് അല്ലെങ്കിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളതിൻ്റെ അളവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഡ്രൈ എയർ 1 കിലോഗ്രാം ആണെന്ന് കണക്കാക്കാം. ഇതിനകത്തുള്ള ഡ്രൈ എയർ എന്താണ്, 1 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള വാട്ടർ വേപ്പർ എത്ര ഉണ്ടെന്ന് നോക്കാം. ആ വാട്ടർ വേപ്പർ ഇപ്പോൾ ഉള്ളത് ഒരു 200 ഗ്രാം ആണെന്ന് വിചാരിക്കാം. 200 ഗ്രാം വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു മോയ്സ്റ്റ് എയറിൻ്റെ ആ ഒരു സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനകത്ത് 1 കിലോഗ്രാം ഡ്രൈ എയർ അതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് 200 ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താണ്, ഈസ് ഈക്വൽ ടു MV/MA അല്ലെങ്കിൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ 200 ഡിവൈഡഡ് ബൈ എത്രയാണ്, 1 അല്ലേ, 200 ഡിവൈഡഡ് ബൈ 1, അതായത് 200 ഗ്രാം പെർ കിലോഗ്രാം. യൂണിറ്റ് നോക്കണം, 200 ഗ്രാമും 1 കിലോഗ്രാമുമാണ്. അപ്പോൾ എന്താണ് 200 ഗ്രാം പെർ കിലോഗ്രാം. ഇതാണ് എന്ത് വരിക, അവിടെ ഉണ്ടാകുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ സിമ്പിൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് അതിൻ്റെ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. യൂണിറ്റ് എന്താണ്, ഗ്രാം പെർ
കിലോഗ്രാം ആണ്. അടുത്തതായിട്ട് അടുത്ത ടേം അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അടുത്ത ടേം എന്താണ്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് നോക്കാം. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് ഡ്രൈ എയർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു യൂണിറ്റ് മാസിലാണ് പറയുന്നത്. ഇതെന്താണ്? യൂണിറ്റ് വോളിയത്തിലാണ്. വോളിയം നമ്മൾ പറയുന്നത് എന്തിലാണ്? മീറ്റർ ക്യൂബ് എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ വോളിയം പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? MV/MA ആയിരുന്നു. ഇതും അത് തന്നെ എന്താണ്? MV/MA തന്നെയാണ്. പക്ഷേ എന്തല്ല, യൂണിറ്റിൽ ചെറിയ മാറ്റമുണ്ട്. എന്താണ് മാറ്റം വരുന്നത്? നമ്മൾ പറഞ്ഞു നേരത്തെ മാസ് ഓഫ് വാട്ടർ വേപ്പർ എന്താണ്? ഗ്രാമിലാണ് പറഞ്ഞത്. ഓക്കെ, അത് ഗ്രാമിൽ തന്നെയാണ്. പക്ഷേ മാസ് ഓഫ് ഡ്രൈ എയർ നമ്മൾ എന്തിൽ പറയും? ഒരു മീറ്റർ ക്യൂബിലാണ് പറയുന്നത്. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഹൈറ്റും ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഒരു ക്യൂബിക് സ്ട്രക്ചർ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പേസിനെ, അതിൽ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസിനെയാണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക ഈ ഒരു സ്പേസിനകത്ത്, അതായത് 1 മീറ്റർ ക്യൂബ് വോളിയത്തിനകത്ത് എന്തുണ്ട്? ഡ്രൈ എയർ ഉണ്ട്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് വോളിയം ഓഫ് ഡ്രൈ എയർ, അതിനകത്ത് ഉണ്ടാവുന്ന വാട്ടർ വേപ്പറിൻ്റെ മാസ്, അത് തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇത് തമ്മിൽ രണ്ടുമുള്ള യൂണിറ്റുകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഗ്രാം പെർ കിലോഗ്രാം ആണ്. നോക്കുക, ഗ്രാം പെർ കിലോഗ്രാം ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതേ ഒരു സ്ട്രക്ചറിലാണ് രണ്ട് ഡെഫിനിഷനും കിടക്കുന്നത്. പക്ഷേ പെർ യൂണിറ്റ് കിലോഗ്രാം അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ആണെന്നുണ്ടെങ്കിൽ മറ്റേത് എന്താണ്? യൂണിറ്റ് വോളിയം ആണ് എന്നുള്ള മാറ്റമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റീനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. എക്സ്പ്രസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ RH ഓർ ഫൈ. ഒന്നുകിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റീനെ RH എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫൈ എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ കാലാവസ്ഥനകത്തൊക്കെ ക്ലൈമാറ്റൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഹ്യൂമിഡിറ്റി അത് ഒരു പെർസെൻറ്റേജിലായിട്ടാണ് പറയുക. പെർസെൻറ്റേജിൽ പറയുന്ന ആ ഒരു ഹ്യൂമിഡിറ്റി, ഇത്ര ശതമാനം എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നുള്ളത് നോക്കാം. It is defined as the ratio of actual moisture present in the air to the maximum moisture the air can hold at the same temperature and pressure. എന്താണ്? It is the ratio of actual moisture present in the air. അതായത് എയറിനകത്ത് ആക്ച്വലായിട്ട് ഉള്ള മോയ്സ്ചർ ടു ദ മാക്സിമം മോയ്സ്ചർ ദാറ്റ് ദ എയർ ക്യാൻ ഹോൾഡ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു റൂമിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ റൂമിൽ അടച്ചിട്ട റൂമിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റൂമിൽ ഞാൻ പറഞ്ഞു നേരത്തെ അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന വേപ്പറിൻ്റെ അളവിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ പോലെ ആ റൂമിന് ഉൾക്കൊള്ളാവുന്ന ലിമിറ്റ് 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക ലിമിറ്റ്. പക്ഷെ ശരിക്കും ഇപ്പോൾ അവിടെ എത്രയേ ഉള്ളൂ? അതിലും കുറവ് എത്രയേ ഉള്ളൂ? അതായത് അൺസാച്ചുറേറ്റഡ് എയർ ആണ്. അതായത് അതിനകത്ത് കുറഞ്ഞ് നിങ്ങളിപ്പോൾ ഉദ്ദേശം പറയുകയാണെങ്കിൽ ഒരു 300 ഗ്രാം മാത്രമേ എന്തുള്ളൂ? വാട്ടർ വേപ്പർ അതിനകത്തുള്ളൂ. പക്ഷേ 1 കിലോഗ്രാം വരെ നിങ്ങൾക്ക് ആ റൂമിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആക്ച്വൽ വാട്ടർ വേപ്പർ, ആക്ച്വൽ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവ 300 ഗ്രാം ആണ്. അതുപോലെ തന്നെ മാക്സിമം മോയ്സ്ചർ ദ എയർ ക്യാൻ ഹോൾഡ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ 300 ഡിവൈഡഡ് ബൈ 1 കിലോഗ്രാമിനെ നമുക്ക് 1000 ഗ്രാം എന്ന് എടുക്കുകയാണെങ്കിൽ എത്രയാണ്? 300/1000 ഇൻറ്റു 100 പെർസെൻറ്റേജിൽ പറയാം അല്ലേ? അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ 300 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? അപ്പോൾ നമുക്കറിയാം 1 കിലോഗ്രാമിൽ 300 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 300 ഗ്രാം ഡിവൈഡഡ് ബൈ മാക്സിമം കൊള്ളാവുന്ന എത്രയാണ്? 1 കിലോഗ്രാം അല്ലെങ്കിൽ 1000 ഗ്രാം ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇത് അവിടെ 00 പോയി കഴിഞ്ഞ് ഇവിടെയും 00 പോയി കഴിഞ്ഞാൽ 30.
30%. ഈ 30% ആണ് അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു റൂമിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസിനകത്ത് നമുക്ക് 100% ഉൾക്കൊള്ളിക്കാവുന്ന വേപ്പർ, പക്ഷേ അതിൽ എത്ര മാത്രമേ ഉള്ളൂ? 30% മാത്രമേ ഉള്ളൂ. 1 കിലോഗ്രാം വേപ്പർ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ 300 ഗ്രാമേ ഉള്ളൂ. 2 കിലോഗ്രാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവിടെ 600 ഗ്രാമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമുക്കതിനെ ഇൻ ടേംസ് ഓഫ് മാസിൽ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പെർസെൻറ്റേജ് ആയിട്ട് പറയാം. അതിൻ്റെ എമൗണ്ടിനെ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 30% എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, അതായത് മൊത്തത്തിൽ പറയുന്ന ആ ഒരു ഡ്രൈ എയറിനകത്ത് 30% മാത്രമേ എന്തുള്ളൂ? ഈ വാട്ടറിൻ്റെ വേപ്പർ ഉള്ളൂ. ബാക്കി 70%ഓളം വാട്ടറിൻ്റെ വേപ്പറിന് ഉൾക്കൊള്ളാവുന്ന ആ ഒരു സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലേ? അതായത് ആ ഡ്രൈ എയറാണ് അവിടെ കൂടുതലായിട്ട് എന്തുള്ളത്? ആ ഒരു മിക്സറിനകത്ത് ഉണ്ടാവുക. വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്ക് ഹ്യൂമിഡിറ്റി കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഡ്രൈ എയറിനകത്ത് മിക്സ് ചെയ്ത് കിടക്കുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറവാണ് എന്നാണ്. അതിൻ്റെ തോത് നമ്മൾ പറയുന്നത് ഹ്യൂമിഡിറ്റി എന്നുള്ള ടേം വെച്ചിട്ടാണ്. അത് തന്നെ നമ്മളതിനെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആയിട്ടും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയിട്ടും അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ടും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഗ്രാം പെർ കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് പെർസെൻറ്റേജിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ആ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ അധികം സാധാരണയായിട്ട് കേൾക്കുന്ന, നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. RH അല്ലെങ്കിൽ ഫൈ എന്നുള്ള ടേമിലാണ് എന്ത് ചെയ്യുന്നത്? അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള 1-2-3 ടേംസ് കൂടി ഉണ്ട്. അതാണ് എന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ നോക്കാം നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ DBT എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ DBT എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ ആൻ ഓർഡിനറി തെർമോമീറ്റർ. ഒരു ഓർഡിനറി തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എയർ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ തെർമോമീറ്റർ കണ്ടിട്ടുണ്ടാവും. തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ പാസേജ് ഉണ്ട്. അവിടെ നമ്മൾ മെർക്കുറി ആണ് ഉണ്ടാവുക. അതിൻ്റെ ഏറ്റവും താഴെ മെഷറിങ് എൻഡിനെ നമ്മൾ അതിൻ്റെ ബൾബ് എന്ന് പറയും. ആ ബൾബിൽ ഏറ്റവും സാധാരണയായിട്ട് അത് ഒരു ടെമ്പറേച്ചറുള്ള സ്പേസിൽ വെക്കുന്നതിന് മുമ്പേ അത് ബൾബിൻ്റെ ഏറ്റവും താഴെയായിട്ടായിരിക്കും എന്തുണ്ടാവുക? മെർക്കുറി ഉണ്ടാവുക. നമ്മൾ അത് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ കൂടിയ മീഡിയത്തിലേക്ക് വെക്കുന്ന സമയത്ത് ആ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യുകയും ആ ഒരു സ്പേസിൽ കൂടെ, ആ ഒരു ചാനലിൽ കൂടെ മെർക്കുറി മേലേക്ക് ഹൈറ്റിലേക്ക് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ട് ആ മെർക്കുറീൻ്റെ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയില്, അതിൻ്റെ റീഡിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ. ലാബോറട്ടറികളിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള സാധനമാണ് തെർമോമീറ്റർ. നിങ്ങൾക്ക് പനി ടെസ്റ്റ് ചെയ്യാനൊക്കെ നാവിൻ്റെ അടിയിലും തൊക്കിലും ഒക്കെ വെക്കാറുണ്ട് തെർമോമീറ്റർ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോമീറ്റർ. അപ്പോൾ ആ ഒരു തെർമോമീറ്റർ നിങ്ങൾക്കിപ്പോൾ ഒരു എയറിനകത്തുള്ള ടെമ്പറേച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു തെർമോമീറ്റർ എടുത്തിട്ട് നിങ്ങൾ ആ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന പോലെ പിടിച്ചു കഴിഞ്ഞാൽ ആ ടിപ്പിൽ വരുന്ന എയർ ടെമ്പറേച്ചർ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെർക്കുറിയുടെ റൈസ് ഉണ്ടാവുകയും നിങ്ങൾക്ക് അവിടെ റീഡിങ് കിട്ടുകയും ചെയ്യും. ആ ഒരു റീഡിങ്ങിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു ഓർഡിനറി തെർമോമീറ്റർ വെച്ചിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്താണോ അതാണ് എന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നുകിൽ TD അല്ലെങ്കിൽ TDB. TDB എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വെറും TD എന്നും അതിനെ പറയാറുണ്ട്. അതാണ് എന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതായത് ഇതിൽ എന്തില്ല? അന്തരീക്ഷത്തിലുള്ള
ടെമ്പറേച്ചർ മാത്രം, അതായത് വാട്ടറിൻ്റെ വേപ്പറോ അതിൻ്റെ ഇവാപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും ഇതുമായിട്ട് ബന്ധമല്ല. അന്തരീക്ഷത്തിൽ പ്യുവറായിട്ട് വരുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് തെർമോമീറ്ററിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തതായിട്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണ്? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ പിടിച്ച അതേ തെർമോമീറ്റർ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വെറ്റ് ക്ലോത്ത്, ഒരു നനഞ്ഞ തുണി അതിൻ്റെ ആ ഒരു ടിപ്പിൽ ബൾബിലൊന്ന് ചുറ്റിയിടുക. ഒരു നനഞ്ഞ തുണി അല്ലെങ്കിൽ ഒരു പഞ്ഞി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ആ ഒരു വെള്ളം, ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് നിലനിർത്താൻ പറ്റുന്ന ഒരു സാധനം അതിൻ്റെ മേലെ എന്ത് ചെയ്യുക? ചുറ്റി വെക്കുക. ഒരു നനഞ്ഞ തുണി ചുറ്റി വെക്കുക. അങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്ന റീഡിങ്, അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ഇറ്റ്സ് ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ എ വെറ്റ് ക്ലോത്ത് എക്സ്പോസ്ഡ് ടു ദ എയർ. അപ്പോൾ അതിൻ്റെ ബൾബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടിപ്പാണ്, മെഷറിങ് ടിപ്പിനെയാണ് ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൾബിൻ്റെ മേലെ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ എടുക്കുന്ന അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റീഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളി അത്ര തന്നെയോ പറയാനുള്ളൂ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ കുറിച്ച് ബൈ ഡെഫിനിഷൻ. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോയ്സ്ചർ, അതിനകത്തുള്ള വേപ്പർ കണ്ടൻറ്റ്, അതിലേക്ക് അവിടുത്തെ ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു പോയിൻ്റ് നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് TW അല്ലെങ്കിൽ TWB. വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ് TW, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ TWB വെറ്റ് ബൾബ് എന്നുള്ളതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന WB എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്തതായിട്ടുള്ള ടേമാണ് എന്ത്? വെറ്റ് ബൾബ് ഡിപ്രഷൻ. വെറ്റ് ബൾബ് ഡിപ്രഷൻ. അപ്പോൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നമ്മൾ സിമ്പിളി എന്ത് പറഞ്ഞിട്ടുള്ളൂ? തെർമോമീറ്റർ ചുമ്മാ എടുത്ത് അളന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. തെർമോമീറ്ററിൻ്റെ അറ്റത്ത് നനഞ്ഞ തുണി ചുറ്റിയിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കിട്ടും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണയും കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ധാരണയും കൂടെ നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഒരു തെർമോമീറ്ററിൻ്റെ അറ്റത്ത് ഇങ്ങനെ വരയ്ക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ടൊരു ബൾബ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാവും. ഈ ബൾബ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്, അല്ലേ? അപ്പോൾ നമ്മൾ ചുമ്മാ തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യും, അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാം? നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ട് ചുറ്റുക. നനഞ്ഞ തുണി വെച്ച് ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. വെറുതെ എയറിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. നനഞ്ഞ തുണി വെച്ചിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു അടച്ചിട്ട ആ ഒരു റൂമിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് വാല്യൂസും എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെയും വാല്യൂ നിങ്ങൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതായത് നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അല്ലേ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങളുടെ റൂമിലുള്ള ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓർഡിനറി തെർമോമീറ്റർ എടുത്തിട്ട് ചുമ്മാ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 30 ഡിഗ്രി ടെമ്പറേച്ചറുള്ള എയർ ആ തെർമോമീറ്ററിൻ്റെ ടിപ്പുമായിട്ട് ബൾബുമായിട്ട് കോണ്ടാക്റ്റ് വരികയും ആ തെർമോമീറ്ററിൽ കറസ്പോണ്ടിങ് 30 ഡിഗ്രി എന്നുള്ള റീഡിങ് അതിനകത്ത് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെയുള്ള എന്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അതേ റൂമിൽ തന്നെ
ആ തെർമോമീറ്ററിൻ്റെ അറ്റത്ത് നനഞ്ഞ തുണി ചുറ്റിയിട്ട് നിങ്ങൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ആ ഒരു വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ അളവ് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കുമോ, കുറവായിരിക്കുമോ, അതോ ഈക്വൽ ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്, നിങ്ങൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്തു, അടുത്തതായിട്ട് നിങ്ങൾ നനഞ്ഞ തുണി ചുറ്റി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാവോ, കുറവാവോ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആവോ? 30-ലും കൂടുതൽ 31, 32 കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ 30 തന്നെ ആയിരിക്കുമോ പക്ക, അല്ലെങ്കിൽ അതിലും കുറയോ? അപ്പോൾ അത് എന്തും വരാം എന്നുള്ള ചാൻസ് ഇതിനകത്തില്ല. അത് ചില ഒരു പ്രത്യേക സംഭവങ്ങളെ അതിനകത്ത് നടക്കുകയുള്ളൂ. അതിന് അതിൻ്റേതായ കാരണങ്ങളുമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 30 ഡിഗ്രി സെൽഷ്യസ് ആവാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് ലെസ് ദാൻ 30 ഡിഗ്രി സെൽഷ്യസിനേക്കാളും എന്താവാം, കുറവായിരിക്കാം. 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് 29 ഡിഗ്രി സെൽഷ്യസ് വരാം, 28 വരാം, അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് എത്രയും വരാം. പക്ഷേ എങ്ങോട്ട് പോവില്ല, മുകളിലേക്ക് പോവില്ല. 31, 32 എന്നുള്ള രീതിയിൽ ഒരിക്കലും പോവില്ല. അപ്പോൾ ഏതൊരു സ്ഥലത്തും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മാക്സിമം പോയാൽ അത് ഈക്വൽ ആവുക എന്നല്ലാതെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരളവ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നമുക്ക് ഒരു നിശ്ചിത സ്പോട്ടിൽ, ഒരു നിശ്ചിത പ്രഷർ ടെമ്പറേച്ചറൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമുക്കത് എന്ത് ചെയ്യൂല, കിട്ടൂല. എപ്പോഴും എന്താവാനാ ചാൻസ്, കുറയാനേ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഈക്വൽ ആവും, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ യൂഷ്വൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഈ ബൾബിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തെർമോമീറ്ററിൻ്റെ അറ്റത്ത് നമ്മൾ ഇവിടെ നനഞ്ഞ തുണി ചുറ്റിയിട്ടുണ്ട് അല്ലേ, നനഞ്ഞ തുണി ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, അതായത് ഈ നനഞ്ഞ തുണീൻ്റെ മുകളിൽ എന്തുണ്ട്, വെള്ളമുണ്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. ആ വെള്ളം എന്ത് ചെയ്യും, ആ തുണീനകത്തുള്ള തന്നെ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് അതെന്തായി പോവും, ഇവാപ്പറേഷൻ നടക്കും. അതായത് പുറത്തേക്ക് എന്തായിട്ട് പോവും, ഇവാപ്പറേറ്റഡ് ആയിട്ട് പോവും. അതായത് കുറേ നേരം ഈ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞ് അല്ലെ റൂമിൽ കൂടെ ഇങ്ങനെ കൊണ്ട് നടന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ആ തുണി ഉണങ്ങിപ്പോവും അല്ലേ. എങ്ങനെയാണ് ആ തുണി ഉണങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അയലിൽ ആറിയിടുന്ന, അല്ലെങ്കിൽ അലക്കി കഴിഞ്ഞിട്ട് ആറിയിടുന്ന തുണിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുന്നുണ്ട് അല്ലേ. ആ ഉണങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്, അതിനകത്തുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. ആ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. അതായത് അതിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് എവിടെന്നെങ്കിലും ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, വെള്ളം മാറുന്നത്. അങ്ങനെയാണ് വാട്ടർ വേപ്പർ ഉണ്ടാകുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഹീറ്റിനെ നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്നാണ് പറയുക. അതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുക വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ ഫേസ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഫേസിൽ ചേഞ്ച് ഇല്ലാതെ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തുന്ന ഹീറ്റിനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവാപ്പറേഷൻ ആണ്. അപ്പോൾ അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൻ്റെ പേര് എന്താണ്, ലേറ്റൻറ്റ് ഹീറ്റ് എന്നാണ്. എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ആയി പോവും നമ്മൾ നനഞ്ഞ തുണി തെർമോമീറ്ററിൻ്റെ അറ്റത്ത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഹീറ്റ് എവിടെ നിന്ന് വലിച്ചെടുക്കും, ആ ഹീറ്റ് ആ നനഞ്ഞ തുണി അല്ലെങ്കിൽ ബാക്കിയുള്ള വെള്ളത്തിനകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യും, അത് വലിച്ചെടുക്കുന്ന സമയത്ത് ആ തുണി എന്ത് ചെയ്യും, ആ തുണി ഇങ്ങനെ തണുത്ത് വരും അല്ലേ. അതായത് അതിനെയാണ് നമ്മൾ ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ. ഒരു ടൈപ്പ് ഓഫ് റെഫ്രിജറേഷനാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുക. അതായത് നിങ്ങളിപ്പോൾ മുഖത്ത് വെള്ളമാക്കിയിട്ട് കാറ്റത്ത് പോയി നിന്നാൽ, ഫാനിൻ്റെ അടിയിൽ പോയി നിന്നാൽ നിങ്ങൾക്കൊരു തണുപ്പ് അനുഭവപ്പെടുന്നു. കാരണം എന്താണ്, കാരണം ഇവാപ്പറേറ്റീവ് കൂളിംഗ് ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിങ്ങളുടെ ശരീരത്തിലുള്ള വെള്ളം എന്തായി പോവുകയാണ്, നിങ്ങളുടെ മുഖത്തുള്ള വെള്ളം ഇവാപ്പറേറ്റ് ആയി പോവുകയാണ്. ഇവാപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ
ശരീരത്തിലുള്ള ചൂടിനെ അത് വലിച്ചെടുക്കും. ഹീറ്റ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് കൂളിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കൂളിംഗ് അനുഭവപ്പെടും. അതാണ് മുഖത്ത് വെള്ളമാക്കിയിട്ട് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ തണുപ്പ് വരുന്നത്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് ആ പുറത്തുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വാട്ടറിൻ്റെ വേപ്പറായി മാറിപ്പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ നനഞ്ഞ തുണി തെർമോമീറ്ററിൻ്റെ അറ്റത്ത് ചുറ്റിക്കഴിഞ്ഞാൽ ആ നനഞ്ഞ തുണി എന്ത് ചെയ്യും? അതിൻ്റെ തണുപ്പ് കൂടി വരും. തണുപ്പ് കൂടി വരിക എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തുള്ള ടെമ്പറേച്ചർ കുറഞ്ഞു വരിക. അപ്പോൾ ആ നനഞ്ഞ തുണിയിൽ വരുന്ന ടെമ്പറേച്ചറാണ് ആ തെർമോമീറ്ററിൻ്റെ ഉള്ളിലുള്ള മെർക്കുറിയെ എക്സ്പാൻഡ് ചെയ്യിക്കുന്നതും. അതില്ലെങ്കിൽ ആ നനഞ്ഞ തുണീൻ്റെ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമേ ആ മെർക്കുറീൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അത് ലെവൽ പൊന്തി വരുള്ളൂ. അപ്പോൾ നനഞ്ഞ തുണിക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും താഴേക്ക് ലെവൽ താന്നു പോകും. അതായത് 30 ഡിഗ്രി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നമ്മൾ അതിൻ്റെ അറ്റത്ത് നനഞ്ഞ തുണി ചുറ്റിക്കഴിഞ്ഞാൽ ഈ ഇവാപ്പറേറ്റീവ് കൂളിംഗ് തുണീൻ്റെ മേലെ നടക്കുന്നത് മൂലം ആ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ലെ അവിടെ കിട്ടുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യും? 29, 28, 27, 26, 25 ആയിട്ട് താഴേക്ക് കുറഞ്ഞു വരും. അപ്പോൾ ഒരു നിശ്ചിത സമയം ആ ഒരു ഇവാപ്പറേഷന് വേണ്ട ഒരു സമയം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ അവിടെ വെക്കണം. അതായത് ഈ സൈക്കോമീറ്റർ എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ഇത് അളക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഹാൻഡിലിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുക ചെയ്യുക. കറക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ നനഞ്ഞ ക്ലോത്ത് എയറുമായിട്ട് മാക്സിമം കോണ്ടാക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെലോസിറ്റി കൂടുന്ന സമയത്ത് എയറിൽ ഇങ്ങനെ കീറി മുറിച്ച് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും. അങ്ങനെ റേറ്റ് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഇവാപ്പറേഷൻ നടന്നിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എപ്പോഴും എന്തേ ആവുള്ളൂ? കുറയാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. കൂടാൻ ചാൻസ് ഉണ്ടോ? കൂടാൻ ചാൻസ് ഇല്ല. കാരണം മാക്സിമം ടെമ്പറേച്ചർ ആ റൂമിലത്തെ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നനഞ്ഞ തുണി ചുറ്റിക്കഴിഞ്ഞാൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനേ ചാൻസ് ഉള്ളൂ. ഇവാപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നനഞ്ഞ തുണീനകത്തുനിന്ന് അല്ലെ അതിൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് അത് ഹീറ്റിനെ വലിച്ചെടുത്ത് അല്ലെങ്കിൽ ആ തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരും. ഇനി അതാണ് കുറയുമെന്ന് പറഞ്ഞത് അല്ലേ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും എന്ത് കുറവായിരിക്കും? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എപ്പോഴും. പക്ഷേ ചില സമയത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആവാറുണ്ട്. ഇത് എപ്പോഴായിരിക്കും? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നു. അതായത് നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ചുമ്മാ തെർമോമീറ്റർ വെച്ച് അളന്നപ്പോൾ, അതുപോലെ തന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് കറക്കി നോക്കിയിട്ടൊക്കെ അളന്ന സമയത്ത് 30 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നാണ്. അതിനുള്ള കാരണം എന്തായിരിക്കും? അതിന് കാരണം അവിടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്ത സമയത്ത് ടെമ്പറേച്ചറിൽ ഡ്രോപ്പ് സംഭവിച്ചില്ല, അല്ലെങ്കിൽ മെർക്കുറി ലെവൽ താഴേക്ക് ഇറങ്ങി വന്നില്ല. എന്തുകൊണ്ട് മെർക്കുറി ലെവൽ ഇറങ്ങി വന്നില്ല? അതിന് കാരണം ആ എയറിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും ഒട്ടും കുറഞ്ഞില്ല. അല്ലെങ്കിൽ ആ വാട്ടർ ആ നനഞ്ഞ തുണീൻ്റെ ആ ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്തില്ല? നേരത്തേനേക്കാളും തീരെ കുറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അതിന് കാരണം എന്താണ്? അവിടെ ടെമ്പറേച്ചർ കുറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹീറ്റ് പുറത്തേക്ക് പോയേ പറ്റുള്ളൂ. ഹീറ്റ് പുറത്തേക്ക് ഫ്ലോ ചെയ്താൽ മാത്രമേ ടെമ്പറേച്ചർ കുറയുള്ളൂ. അപ്പോൾ ഹീറ്റ് പുറത്തേക്ക് ഫ്ലോ ചെയ്ത് പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹീറ്റ് പുറത്തേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ, നനഞ്ഞ തുണീൻ്റെ അകത്തുനിന്ന് ഹീറ്റ് പുറത്തേക്ക് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവാപ്പറേഷൻ നടന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവാപ്പറേഷൻ നടക്കുന്നില്ല എങ്കിൽ അതിനകത്തുള്ള ഹീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, അത് എങ്ങോട്ടും പോവില്ല. കാരണം ആ ഇവാപ്പറേഷന് വേണ്ടിയിട്ട് ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹീറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മെർക്കുറിയുടെ ലെവൽ കുറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഹീറ്റ് പുറത്തേക്ക് ഫ്ലോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഇവാപ്പറേഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവാപ്പറേഷൻ ശരിക്കും വെള്ളമുണ്ട്, ചൂടും ഉണ്ടെങ്കിൽ ഇവാപ്പറേഷൻ നടക്കേണ്ടതാണ്. പക്ഷേ ഇവാപ്പറേഷൻ ഒരു പ്രത്യേക അവസ്ഥയിൽ നടക്കൂല. എപ്പോൾ? ആ എയർ
സാച്ചുറേറ്റഡ് എയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് എയർ എന്താണെന്ന്, അതായത് ഒരു നിശ്ചിത സ്പേസിനകത്ത് 100% വേപ്പർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് അതിനകത്തുള്ള വാട്ടർ വേപ്പറിനെ ഉൾക്കൊള്ളാവുന്ന മാക്സിമം കപ്പാസിറ്റി ആ ഒരു സ്പേസ് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ഒരു തുള്ളി പോലും വാട്ടറിന് വേപ്പറായിട്ട് മാറാൻ പറ്റൂല. അങ്ങനെ വാട്ടറിന് വേപ്പറായിട്ട് മാറാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ത് സംഭവിക്കും? വാട്ടറിന് വെള്ളം അവിടെ ഇങ്ങനെ സർഫസിൽ നിൽക്കുക എന്നല്ലാതെ അത് വേപ്പർ ആവില്ല ഒരിക്കലും. വേപ്പർ ആവുന്നില്ലെങ്കിൽ ഹീറ്റിനെ വലിച്ചെടുക്കുന്നില്ലെങ്കിൽ തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നില്ല, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആവുന്നത്. അപ്പോൾ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഈക്വൽ ആവുള്ളൂ. അത് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാണ്. സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ഓഫ് എയർ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാകുമ്പോൾ മാത്രമേ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നു. ഇതുപോലെ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. നിങ്ങൾ അടുത്തതായിട്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടി 25 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ അർത്ഥം എന്താണ്? 5 ഡിഗ്രി സെൽഷ്യസിൻ്റെ കുറവ് വന്നിട്ടുണ്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്തപ്പോൾ. അതായത് ആ 5 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ അത്രയും ഹീറ്റ് പുറത്തേക്ക് ഫ്ലോ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇവാപ്പറേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ആ ഇവാപ്പറേഷൻ നടക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ ആ അന്തരീക്ഷത്തിൽ ഉണ്ടാവും. അത്രയും അനുമാനങ്ങൾക്ക് ഉള്ളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി വേറൊരു റൂമിൽ ചെന്ന് അതേ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വേറൊരു റൂമിൽ ചെന്ന് അവിടെ നിങ്ങൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അളന്ന് നോക്കിയപ്പോൾ അത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അവിടെ കൂടുതൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. കാരണം അവിടെ കൂടുതൽ ഇവാപ്പറേഷൻ നടന്നു പോയിട്ടുണ്ട്. അവിടെ കൂടുതൽ ഇവാപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വേപ്പർ അവിടെ ഉണ്ട്, ആ ഒരു സ്പേസിനകത്തുണ്ട്. അപ്പോൾ വേപ്പറിൻ്റെ അളവ് എന്താണ്? കൂടുതൽ ഇവാപ്പറേഷൻ നടക്കുന്നതിനനുസരിച്ചാണ് എന്തുണ്ടാവുക? നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിലേക്കുള്ള ആ ഒരു കുറവ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു കുറവിനെ കുറിച്ചാണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും എത്ര താഴെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അറ്റ് എനി പോയിൻറ്റ്. അപ്പോൾ ഒരു പ്രത്യേക പോയിന്റിലുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെയും ഡിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞ 30 - 25 അല്ലെങ്കിൽ 30 - 20, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള ടേം ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ തെർമോമീറ്റർ വെൻ ദ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ഇറ്റ് ബിഗിൻസ് ടു കണ്ടൻസ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്യും. ആ ഇവാപ്പറേറ്റ് ചെയ്ത വേപ്പർ അത് വലിച്ചെടുത്ത ഹീറ്റിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? തിരിച്ച് കണ്ടൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു വേപ്പർ ആ വേപ്പർ ഫോമിൽ നിന്ന് തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴേ വരുള്ളൂ? അതിനകത്ത് അതിൻ്റെ സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പകൽ സമയത്ത് നിങ്ങളെ ചുറ്റുമുള്ള വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റിനെ വലിച്ചെടുത്തിട്ട്. പകൽ സമയത്ത് സൂര്യപ്രകാശമുള്ള സമയത്ത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ സമയത്ത് ആ ടെമ്പറേച്ചർ വലിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ആ ഹീറ്റ് വലിച്ചെടുത്തിട്ട് നിങ്ങളെ അവിടെയുള്ള വാട്ടർ പാർട്ടിക്കിൾസൊക്കെ, അന്തരീക്ഷത്തിലുള്ള വാട്ടർ പാർട്ടിക്കിൾ, കുളത്തിൽ, കിണറിൽ, മേല് അല്ലെങ്കിൽ വേർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഏത് കൈൻഡ് ഓഫ് ജലകണങ്ങളാണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് പോകും പകൽ സമയത്ത്. പക്ഷെ രാത്രി എന്താണ്? സൂര്യനില്ല. അപ്പോൾ അവിടെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് നടക്കും? അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കുറയാന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ വേപ്പർ ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നേരത്തെ ഒരു അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് അതെന്തായത്? വേപ്പറായത്. പക്ഷെ രാത്രി ടെമ്പറേച്ചർ കുറയുമ്പോൾ
ആ വേപ്പറിനകത്തുനിന്ന് ഹീറ്റിനെയൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് ആ വേപ്പറൊക്കെ കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ആ ലിക്വിഡായിട്ട് മാറുന്നതുകൊണ്ടാണ് ചിലപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മളെ ഇല പൂവിൻ്റെയൊക്കെ മേലെ നമ്മൾ വെള്ളത്തുള്ളികളായിട്ടൊക്കെ കാണാറില്ലേ? രാത്രി മഴ പെയ്യുന്നതുകൊണ്ടല്ല അത്. മഞ്ഞ് വന്ന് വീഴുന്നതാണോ? അല്ലെങ്കിൽ അങ്ങനെ മഞ്ഞ് വീഴ്ചയൊന്നും ഇല്ലാത്ത സമയത്തും രാത്രി ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഇലകളുടെ മുകളിലും മറ്റേതൊക്കെ പുറത്ത് ഒരു നനവ് കാണാം അല്ലേ? ആ നനവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയിൽ ആ പകൽ ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പറായിട്ടുള്ള ആ സാധനങ്ങളൊക്കെ രാത്രിയിൽ തിരിച്ച് എന്തായി മാറിയതാണ്? കണ്ടൻസ് ആയതാണ്. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ പകലിപ്പോൾ ഒരു 25 അല്ലെങ്കിൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വേപ്പറായിട്ട് മാറിയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് പകൽ സമയത്ത് പകലിപ്പോൾ ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക എയറിന്. പക്ഷേ അതിലൊരു 28 ആയപ്പോഴേക്ക് തന്നെ അത് എന്താവാൻ തുടങ്ങിയിട്ടുണ്ട്? വേപ്പർ ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് രാത്രിയിൽ ഈ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറഞ്ഞ് വരുമ്പോൾ ഈ ഹീറ്റിനെ പുറത്തേക്ക് വിട്ട് ഈ സാധനം എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത്, അതായത് നമ്മളൊരു ഏകദേശം ഒരു 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്തുന്ന സമയത്ത് ആ സാധനം എന്ത് ചെയ്യും? വേപ്പർ തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡായിട്ട് മാറും. അങ്ങനെ ഒരു ആദ്യത്തെ ഡ്രോപ്ലെറ്റ് ഓഫ് ലിക്വിഡ്, ആദ്യത്തെ ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ തുള്ളികളെയാണ് ഡ്യൂ എന്ന് പറയുക. അങ്ങനെ ഈ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡ് ആവുന്ന ആദ്യത്തെ ഡ്യൂ ഉണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ് വന്നിട്ട് ഏത് ടെമ്പറേച്ചറിലാണോ ആദ്യത്തെ വെള്ളത്തുള്ളി ഫോം ചെയ്യുന്നത്, കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഡിനോട്ട് ചെയ്യുന്നത് TDP അല്ലെങ്കിൽ TD എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കർവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു കർവിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? സാച്ചുറേഷൻ കർവ് എന്നാണ്. സാച്ചുറേഷൻ കർവിൽ ഈ ലെഫ്റ്റ് സൈഡിൽ സാച്ചുറേറ്റഡ് ലിക്വിഡാണ്, റൈറ്റ് സൈഡിൽ വരുന്നത് സാച്ചുറേറ്റഡ് വേപ്പറാണ്. ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലിക്വിഡ് ഫേസ്, അതുപോലെ സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ റൈറ്റ് സൈഡിൽ വേപ്പർ ഫേസ്, അതുപോലെ തന്നെ ഈ രണ്ട് കർവിൻ്റെയും നടുവിലായിട്ട് ലിക്വിഡ് പ്ലസ് വേപ്പർ. ഇതൊക്കെ നമ്മൾ പവർ പ്ലാന്റിൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു സബ്സ്റ്റൻസ്, അതായത് ഇപ്പോൾ അതിൻ്റെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അത് ഇങ്ങനെ പോയി ഇത് ലിക്വിഡ് ഫോമിലായിരിക്കും. ഇവിടെ എത്തുമ്പോൾ എന്തായി? സാച്ചുറേറ്റഡ് ലിക്വിഡായിട്ട് മാറി. സാച്ചുറേറ്റഡ് ലിക്വിഡ് അടുത്തതായിട്ട് അതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ഫേസ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാത്തിലൂടെ പോകുമ്പോൾ ഫേസ് ചേഞ്ച് നടന്ന് ലിക്വിഡ് പ്ലസ് വേപ്പർ. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ ഇവിടെയൊക്കെ എന്തായിരിക്കും? കുറച്ച് വേപ്പറും കൂടുതൽ ലിക്വിഡും ആയിരിക്കും. പക്ഷേ വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് വേപ്പറിൻ്റെ അളവ് കൂടി വന്നിട്ട് ഈ ഒരു പോയിൻ്റ് റൈറ്റ് സൈഡിലുള്ള കർവിലെത്തുമ്പോൾ അതെന്താണ്? സാച്ചുറേറ്റഡ് വേപ്പർ കർവാണ്. ആ ഒരു കർവിലെത്തുന്ന സമയത്ത് അതൊരു സാച്ചുറേറ്റഡ് വേപ്പറായിട്ട് മാറും. അതായത് 100% ഫുള്ളി എന്താണ്? വേപ്പറാണ്. അതിനുശേഷം അതിൻ്റെ ഹീറ്റ് കൂടി നമ്മളെന്താണ്? ഒരു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയതാണ്. അങ്ങനെ ഒരു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ടുള്ള ആ ഒരു കർവാണിതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കർവിനകത്ത് ഇവിടെ ഒരു പോയിൻ്റ് A കാണിച്ചിട്ടുണ്ട്. ആ A എന്നുള്ള ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ തെർമോമീറ്റർ വെച്ച് അളന്ന് നോക്കിയാൽ നമുക്ക് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. കാരണം ഇവിടെ Y ആക്സിസിലെ ടെമ്പറേച്ചറും X ആക്സിസിലെ എൻട്രോപ്പിയുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Y ആക്സിസിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയിൻ്റ് Bയിൽ നിന്ന് പോയിൻ്റ് Aയിലേക്ക് പോകുന്നത് എന്താണ്? അതായത് സൂപ്പർ ഹീറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് Aയിലെ ടെമ്പറേച്ചറിനെ സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അവിടെ സിംപിളി മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ ആയതുകൊണ്ട് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഇതിനെ തണുപ്പിക്കുകയാണ്, ഇതിനെ കൂൾ ചെയ്ത് പറഞ്ഞാൽ ഈ കർവ് കൂടെ ഇത് തിരിച്ച് താഴേക്ക് വരും. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ് എന്ത് ചെയ്തു? പോയിൻ്റ് Bയിലെത്തുന്ന സമയത്ത് അപ്പോൾ കറസ്പോണ്ടിങ് ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും.
ആ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് ഇതെന്തായി സാച്ചുറേറ്റഡ് വേപ്പറിലേക്ക് എത്തി. അവിടുന്ന് ആ ബിന്ന് പിന്നെ ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടിയാണ് ഇത് തിരിച്ചു വരിക. ബിന്ന് ഈ സ്ട്രേറ്റ് ലൈനിൽ കൂടെ ഇടത്തോട്ടേക്ക് തിരിച്ചു വരും. അപ്പോൾ ആ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് അവിടെ വെച്ചിട്ട് ആദ്യത്തെ ഡ്യൂ ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡ്യൂ ഫോം ചെയ്യുന്ന ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമുക്ക് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മളെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ സാച്ചുറേറ്റഡ് വേപ്പർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ്, ആ രണ്ടിനും ഒരേ ടെമ്പറേച്ചർ തന്നെയാണ്. അതാണ് എന്ത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് പ്രഷറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. ഓക്കെ, പ്രഷറിനനുസരിച്ച് ഈ ഒരു പോയിൻ്റ് മേലേക്കോ താഴേക്കോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നിശ്ചിത പ്രഷർ എടുത്തു കഴിഞ്ഞാൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെയും സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെയും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത് തന്നെയായിരിക്കും ആ ഒരു സാധനത്തിൻ്റെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും. അപ്പോൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഡ്യൂ ഫോം ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ടേമും കൂടി ഉണ്ട്. എന്താണ് ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഏത് ഡിപ്രഷൻ എടുത്തു കഴിഞ്ഞാലും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ആ പറയുന്ന ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ എന്ത് എടുത്തു? വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് എടുത്തപ്പോൾ എന്താണ്? വെറ്റ് ബൾബ് ഡിപ്രഷൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഡ്രൈ ബൾബ് TD മൈനസ് TW, അതാണ് എന്ത്? വെറ്റ് ബൾബ് ഡിപ്രഷൻ. ഇവിടെ എന്താണ്? ഡ്യൂ പോയിൻ്റ് വരുന്ന സമയത്ത് TD മൈനസ് TDP ഡ്യൂ പോയിൻ്റ്. TD മൈനസ് TDP ഇതാണ് എന്ത്? ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ. അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ചിത്രത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മേലെ കാണാം, താഴെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കാണാം. അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സൈക്രോമെട്രിക് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്, എന്താണ് ടേംസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സാമ്യതകൾ ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് മാറിപ്പോവാതെ ഓർത്ത് വെക്കണം, ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. അപ്പോൾ ഇതാണ് സൈക്രോമെട്രിയിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടേംസ്.